ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് വിഷുവാണെന്നറിയാം. വിഷുവിന് രാവിലെ കണി കണ്ടു. ഞങ്ങൾ കണി കണ്ടതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മളുടെ കണി. സിമ്പിളായിട്ടുള്ളൊരു കണിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, അവിടെയാണ് ഓറഞ്ചിലേക്കൊന്നും കണ്ണു പോവല്ലേ, ഭഗവാനെ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കോമഡി ആയിട്ട്. പിന്നെ ആളെനിക്ക് ദക്ഷിണ എന്താ പറയുക, കൈനീട്ടം തന്നു. ഇവിടെ നമ്മൾ ഡോളറല്ലേ വെക്കുക, അതായത് ഇവിടുത്തെ പൈസയിലേ നമ്മൾക്ക് വെക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു വലിയ നോട്ടൊക്കെ എടുത്ത് തന്നോളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ കുട്ടൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടല്ലോ, കാരണം ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുമല്ലോ. പ്രത്യേകിച്ച് ആ ഒരു ഇരുട്ടിൽ ആ ഒരു ഭയങ്കര നമ്മുടെ വിളക്കിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടി ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് എന്തൊക്കെയൊക്കെയോ പൈസയൊക്കെ എടുത്ത് തരുന്നുണ്ട് ആൾ. കാര്യമായിട്ട് എടുക്കണോ വേണ്ടേന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നിട്ട് ആദ്യം എൻ്റെ കാലിലാണ് എന്താ പറയുക കുട്ടൻ വീണത്. അപ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ എന്താ ചെയ്തേ എന്നായിരുന്നു, കാരണം നമ്മളിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിലായി. അത് കഴിഞ്ഞ് ഞാൻ കുട്ടൻ്റെ കാലിൽ വീണു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ആദ്യത്തെ വിഷുവാണ് ഒറ്റയ്ക്കുള്ളത്. മറ്റേത് നമ്മൾ വീട്ടിലായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ. എല്ലാവരും നമുക്ക് വിഷ് കൈനീട്ടം തരാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ സ്നേഹപ്രകടനത്തിന് ശേഷം നമ്മൾ വീണ്ടും കടന്നുറങ്ങി. പിന്നെയാണ് നമ്മൾക്കിന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കടന്നുറങ്ങി. സോ ഇതാണ് നമ്മളുടെ വിഷുക്കണി. സിമ്പിളായിട്ടുള്ളൊരു കണിയാണ്, പക്ഷേ സംതിങ് സ്പെഷ്യൽ. നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറയൂ കേട്ടോ. നമുക്കിവിടെ കൊന്നപ്പൂവ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൃഷ്ണൻ്റെ ഒരു പണ്ട് കുട്ടൻ ഇവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഒരു കുഞ്ഞു കൃഷ്ണൻ്റെ വിഗ്രഹം. സോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാനുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കൊന്ന കിട്ടിയില്ലെങ്കിലും ബാക്കിയല്ല, കുറച്ചുകൂടി കണിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ എല്ലാവരും പറയാം കേട്ടോ. ഓക്കെ, ഞങ്ങളെ കണിയൊക്കെ ഉണ്ടോ. സിമ്പിളായിട്ടുള്ളൊരു കണിയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പറ്റുന്നത് വെച്ചിട്ട്, കാരണം ഞങ്ങളിപ്പോൾ കാനഡയിലാണെന്ന് അറിയാം, നാട്ടിൽ പൂവ് കിട്ടില്ല, എല്ലാത്തിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഉള്ളത് വെച്ചിട്ട് നമ്മൾ മാക്സിമം കളറാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, സൗണ്ട് രാവിലെ എണീറ്റിട്ട് ഇതാണ്. പിന്നെ നമുക്കൊന്ന് ഫ്രണ്ട്സിൻ്റെ അവിടെ ഒരു പാർട്ടി ഉണ്ട്. വിഷു സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിഷു ഓണം ഭയങ്കര മാറിപ്പോവും. വിഷുവിന് ഞാൻ കുറേ വട്ടം ഓണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റ് മുണ്ടാണ് ഉടുക്കണത്. കാണിച്ചു തരാം, കാരണം ടൈമില്ല. ഞാൻ അതിൻ്റെ വളയും കമ്മലും എല്ലാം അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ നമുക്കൊരു ഓട്ടം ഉണ്ടല്ലോ, കമ്മൽ ഉദ്ദേശിക്കുന്നത് മാച്ചിങ് എല്ലാം എന്നാലും വെറുതെ എല്ലാം ഉണ്ട് നമ്മളുടെ കയ്യിൽ. നമ്മൾ എന്താ വള റെഡും ഗ്രീനും കോമ്പിനേഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചു അതോ ആ വള ഇടാന്ന്. അപ്പോൾ ഇനി അതൊക്കെയാണ് പണി. ഒരാൾ കുളിക്കാൻ കയറിയിട്ടുള്ളൂ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പണിയുണ്ട്. ഞാൻ രാവിലെയാണ് കുളിച്ചു. അതാ നാട്ടിലെ പോലെ നമുക്ക് പടക്കം പൊട്ടിക്കണ പരിപാടിയൊന്നും നമ്മുടെ നടക്കില്ലല്ലോ, ആലോചിക്കുക വേണ്ട. കാരണം ഇവിടെ അതിനൊക്കെ റെസ്ട്രിക്ഷൻ കുറച്ചൊക്കെ ഉണ്ട്. സോ നമ്മൾ എന്തായാലും കണി കണ്ടു, നമ്മൾ മറ്റേ റിച്വൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ എല്ലാ പീപ്പിൾസും കൂടി ഒരുമിച്ചാണ്. ഇവിടെ പഠിക്കാൻ വന്നത് തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഒരു 9 പേരൊക്കെ ഉണ്ട്. അവരുടെ ഫാമിലി ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് ഗെറ്റ് ടുഗദർ പോലെ. നമ്മൾ ഓണത്തിന്, അതുപോലെ ഇഫ്താറിന്, നമ്മൾ ക്രിസ്മസിന്, പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ ഓണം, വിഷു, അങ്ങനെ ഒരുവിധം എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്, ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അവരും നമ്മൾ 2 ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാബേജ് തോരനും പിന്നെ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയത് അതാണ്. പിന്നെ ഓരോരുത്തർ അവിയൽ, കാളൻ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായി, പായസവും എല്ലാം ഉണ്ട്. ഓരോരുത്തർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കെല്ലാം കാണാം. ഓക്കെ, ഈ വീഡിയോ ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും, കാരണം അവിടെ ആവുമല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാനഡയിൽ വന്നിട്ട് വിഷു കൂടുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ വിഷുവാണ്. ഫസ്റ്റ് വിഷു നാട്ടിലായിരുന്നു, അത് അടിപൊളിയായിരുന്നു.
പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ രാത്രി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു, എല്ലാവരും കൂടിയിട്ടൊരു ടുഗദർനെസ്. പക്ഷേ കൊല്ലം അതൊന്നും നടക്കില്ലല്ലോ, കൊല്ലം നമ്മൾക്ക് ഇവിടെയാണ് വിഷു. സോ ഉള്ളത് കൊണ്ട് നമ്മൾ അടിപൊളിയാക്കാം അല്ലേ. നമ്മൾ അധികം ഡ്രസ്സുകളൊന്നും ഇങ്ങനത്തെ എന്താ പറയുക ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ലാഭം ഒന്നേ ഉള്ളൂ, അത് വെച്ചിട്ട് ഞാൻ ഇടാന്ന് വെച്ചു. ഇവിടെ കുട്ടൻ്റെ ആണെങ്കിൽ അതുമില്ല. ഞാൻ കുറേ ഇങ്ങനെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ്. ഇവർക്ക് പിന്നെ ഷർട്ടും മുണ്ടല്ലേ വേണ്ടുള്ളൂ അങ്ങനെ. അപ്പോൾ രാവിലെ എണീറ്റു, വിളക്കൊക്കെ കൊളുത്തി, ഡ്രസ്സൊക്കെ ഇന്നലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രേപ്പ് ചെയ്യുന്നുള്ളൂ. എനിക്ക് സാരി കൊടുക്കാൻ തന്നെ അറിയില്ല. അപ്പോൾ ഇനി അത് കുറച്ച് നേരം അതിൻ്റെ മേലിൽ ഇതുണ്ടായിരിക്കും. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ ഇറങ്ങണം. 11 മണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പം ഞാൻ അങ്ങനെ കമ്മൽ നോക്കുക, ഏതാ ഇടാന്നൊക്കെ. നമുക്ക് എല്ലാവർക്കും ഉള്ള പരിപാടിയല്ലേ. പെട്ടെന്ന് ആ ടൈമിലൊരു നോട്ടം, ഇതവിടെ ഫുള്ള് ഇതങ്ങനെ അലങ്കോലമായിട്ട് കണ്ട എല്ലാം ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. അലങ്കോലെന്ന് വെച്ചാൽ ഒക്കെ ഇങ്ങനെ ഇട്ടതായതാന്ന് കണ്ടുപിടിക്കാനേ. അപ്പം നമുക്ക് ഓണം വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബായ്. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാനിനി മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. സെറ്റ് മുണ്ടും ബ്ലൗസും നമ്മൾ സെയിം മാച്ചിങ് ആയിരുന്നു. ഞാൻ എൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ പോലെ വട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും, ഒരുവിധം ഗേൾസിനൊക്കെ തോന്നുന്നു. ഇതാണ് ഞങ്ങളെടുത്ത കുറച്ച് പിക്സേ ഉള്ളൂ, കാരണം ടൈമൊന്നും അധികം കിട്ടിയില്ല. കാരണം അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് ഉണ്ടാക്കേണ്ടതും വിളമ്പേണ്ടതും തിരക്കിലായിരുന്നു. പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നാട്ടിലല്ലേ നമ്മൾക്ക് ഒരുപാട് ഫാമിലീസും എല്ലാവരും കൂടിയിട്ട്, ഇവിടെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, കപ്പിൾസൊക്കെ ആയിട്ട് എല്ലാവരും വേറെ വേറെ വീട്ടിലാവുമല്ലോ. പക്ഷെ ഇങ്ങനത്തെ ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. കാരണം ഇതൊരു ഫസ്റ്റ് വിഷുവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കൂടിയുള്ളൊരു ഇൻട്രാക്ഷനും നല്ല രസമാണല്ലോ, എല്ലാവരും കൂടിയിട്ട് കൂടുന്നതും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണതൊക്കെ. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് ബേബിയാണ്. അവനെ ഇങ്ങനെ താലോലിക്കുകയാണ് എല്ലാവർക്കും ജോലി. കാരണം ഫസ്റ്റ് ബേബി ആകുമ്പോൾ എല്ലാവർക്കും കുറച്ച് സ്പെഷ്യലാണല്ലോ. ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആളെ ചിരിപ്പിക്കുകയാണ് എല്ലാവർക്കും ഹോബി. എനിക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അന്ന് ഞങ്ങൾ പോയില്ല, ഞങ്ങളന്ന് രാത്രിയാണ് പോയത്. ഞങ്ങളന്ന് ഫുൾ ഇവർ പറഞ്ഞു ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് മേടിക്കാൻ പോയി, ഫുഡ് കുക്ക് ചെയ്തു. എല്ലാം കൂടി ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാവരും കുട്ടീനെ കളിപ്പിക്കുകയാണ് ഇവരുടെ ജോലി ഉണ്ടായിരുന്നത്. അവന് സ്ക്രീനിലേക്ക് നോക്കാൻ ഭയങ്കര ത്വരയാണ്. ഞങ്ങൾ സ്ക്രീനിലേക്ക് നോക്കല്ലേ പറഞ്ഞിട്ട് തലതിരിക്കുമ്പോൾ അവനാണെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ അത് എവിടെ നിന്നാണ് എത്തി നോക്കും, കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തു. സോ ദ നെക്സ്റ്റ് ഡേ, ഹലോ, ഇന്ന് ഡേ 2 ഓഫ് വിഷു സെലിബ്രേഷൻ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഞാൻ ഡേ 1 നമ്മളെന്താ അവിടെ ചെന്നു കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെല്ലാവരും ഭയങ്കര ഇൻവോൾവ് ചെയ്ത് സംസാരിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ വിഷു ഒന്നും ഒക്കെ എല്ലാവരും കൂടി ആഘോഷിച്ചു. വിഷുവിൻ്റെ ഡ്രസ്സാണ് കിടക്കുന്നത്. ഞങ്ങൾ റീലൊക്കെ എടുത്തു, പോസ്റ്റ് ചെയ്യാം അങ്ങനെ. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് എല്ലാവരും കൂടി എല്ലാവരും 2 ഡിഷ് വീതം ഉണ്ടാക്കി പോയി. നമ്മൾ സാരി കൊടുത്തു. അതിനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ബിസിയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓരോ ഫോട്ടോസ് ആഡ് ചെയ്യാൻ നമ്മളുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ഡേ 2 ആണ്. ഇന്ന് നമ്മളുടെ ഒരു കുട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, ചേട്ടനും ചേട്ടൻ്റെ വൈഫും മോളുമാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ സിമ്പിളായിട്ട് നമുക്ക് ഇന്നലെ അതിന് ശേഷം നമ്മൾ രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അവിടെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവരുടെ പണ്ടത്തെ ജോക്സ് എല്ലാം സംസാരിച്ച് ഭയങ്കര സംസാരമായിരുന്നു ഇന്നലെ. തനി സ്വഭാവമൊക്കെ എപ്പോഴല്ലേ പുറത്ത് കണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി 1-1:30 വീടെത്തി, സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞ് എണീറ്റു. പായസം ഉണ്ടാക്കിയ പായസം കാണിച്ചത് ഞാനല്ല, സിദ്ധാർത്ഥിൻ്റെയാണ് പായസം. സേമിയ പായസം ഉണ്ടാക്കിയത്. ഇതുണ്ടാ പഞ്ചസാരയൊക്കെ കാരമലൈസ് ക്രീം കളറിൽ കിട്ടിയിട്ടുണ്ട് സംഭവം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അതല്ല, നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ വീണ്ടും കിടക്കുന്ന ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല. നമ്മളിത് ഓരോന്നായിട്ട് ഒരുക്കുകയാണ്. നമ്മൾ സാമ്പാറായി,
പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, ചോറൊക്കെ ഉണ്ട്, അതൊക്കെ ആവണേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്യാബേജ് തോരനുണ്ട്, ദെൻ ചോറ്, മോര്, അങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ്. എന്നാൽ രസമാണല്ലോ, എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോൾ രസമാണല്ലോ. ഇത് നമ്മൾ കുറേ പേരില്ല, നമ്മൾ 5 പേരാണ്. കുട്ടിയൊക്കെ ഉണ്ടാകുമ്പം അവൾക്ക് രസമായിരിക്കും. അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കണത്, ഒരു രസം. അപ്പോൾ ഇന്നലെ ഞാൻ സാരി കൊടുത്തു. അപ്പോൾ ഇന്നും രായിട്ട് എൻ്റെ ദിവസം സാരി കൊടുക്കാൻ ഒരു ദിവസം തന്നെ എനിക്ക് വയ്യ. അതൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളായിരുന്നു അതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഞാനൊരു സ്കേർട്ടും ടോപ്പും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. ഒരാൾ കുളിക്കാൻ കയറിയുണ്ട്, ബാത്റൂം കഴുകാമല്ലോ. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഇത് നമ്മളുടെ വീട്ടിലെ കുഞ്ഞ് എന്താണ് പറയുക, അയ്യോ അടുക്കള എന്നൊക്കെ പറയണേ, കുഞ്ഞ് പൂജാമുറിയാണ്. എല്ലാവരും ഉണ്ട്, മാതാവുണ്ട്, ഗുരുവായൂരപ്പൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ എല്ലാവരുടെയും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒരു ഫ്രണ്ട്സിൽ. അതിൽ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ പറയും അവർ നോക്കില്ല പറഞ്ഞിട്ട് ആളെടുത്തിട്ട് പോകുന്നതാണ്. നമുക്ക് പിന്നെ ആരായാലും എല്ലാവരും ദൈവങ്ങളല്ലേ. അപ്പം അതൊക്കെയാണ്. ഇന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. ഇന്നലെ എന്തായാലും ഒരു ഭയങ്കര അടിപൊളി ഡേ ആയിരുന്നു. എല്ലാവരും ഒട്ടി മാക്സിമം എൻജോയ് ചെയ്തു. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ. പക്ഷേ അത്യാവശ്യം നല്ല എല്ലാ ഫുഡും, പായസമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കി. ഇന്ന് ഭയങ്കര കുറച്ചേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഹലോ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞങ്ങളിന്ന് സെക്കൻഡ് ഡേ ഓഫ് വിഷു ആഘോഷമാണ് ഞങ്ങൾക്ക്. നമുക്കിന്ന് ഭയങ്കര കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സദ്യയുടെ ടൈമിൽ കാണാം. അവരെത്തിയിട്ടില്ല, അവർക്ക് ഡാൻസൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവരെത്തും. അപ്പോൾ കാണാം. ഞാൻ സിദ്ധാർത്ഥനെ കാണിച്ചു തരാം കേട്ടോ. എന്ത് ഷോയാണ്. സോ ഇതാണ് ചേച്ചി, ചേട്ടനും കുട്ടിയും. ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. അവൾക്ക് ഇങ്ങനെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാത്തിനും കൂടെ നിന്ന് കുറേ നേരം കളിച്ചു, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സോ അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം തന്നെ ഇവിടെ തന്നെ നമ്മളെ നാട്ടിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലം എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ബ്രാംപ്ടൺ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉണ്ട്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ ഒരു വട്ടം ഇതിനു മുമ്പ് പോയിട്ട് സെക്കൻഡ് ടൈമാണ് ഞാൻ വന്നതിന് ശേഷം. അപ്പോൾ വിഷുവിന് എന്തായാലും പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അല്ലേ, അവളുടെ കൂടെ കളിക്കണമൊന്നുമില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആണോ? ചേച്ചിയും ചേട്ടനും ഉണ്ട്, കുട്ടി ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവരുടെ കൂടെയൊക്കെ കളിച്ചു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ഇപ്പം എത്ര ടൈമായി? 6 o'clock ആയില്ലേ? 6 o'clock ആയി. 15 minutes അമ്പലത്തും. നല്ല രസമാണ്. ഇന്ന് രാത്രി എന്തൊക്കെയൊക്കെയോ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. സോ ദാറ്റ്സ് വൈ എന്തായാലും ഇന്നോ നാളെയായിട്ട് നമ്മൾ എന്തായാലും വിഷുവിന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും പോകുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം പോവാമല്ലോ, എന്തായാലും പോകുമ്പോൾ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പോവുകയാണ് അല്ലേ. ഇന്ന് എന്തായാലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഇതാക്കാമല്ലോ. പൂജാ പരിപാടികളൊക്കെയാണ്. തൊഴാം മാത്രം. അപ്പൊ ഇന്ന് തൊഴും ചെയ്യാം, ഇന്ന് എന്തെങ്കിലും പരിപാടി കാണും ചെയ്യാലോ വിചാരിച്ചു. കുറെ ആയില്ല എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടിട്ടില്ല, ഡാൻസോ പാടാൻ എന്താ അറിയില്ല, കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പൊ എന്തായാലും കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളുടെ ഒരു വിഷു കാഴ്ചകൾ. 2 ദിവസമാണ് നമ്മൾ വിഷു ആഘോഷിച്ചത്. എന്തായാലും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഈ വിഷു. നമ്മൾ നാട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് വിഷുവിനൊക്കെ. എന്നാലും നമ്മൾ എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും അതിൽ മാക്സിമം സന്തോഷിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. സോ അതാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കൂടിയുള്ളൊരു ഫ്രണ്ട്ഷിപ്പായാലും എല്ലാവരും കൂടിയുള്ളൊരു ടുഗദർനെസ് എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. സോ ഞാൻ എന്തൊക്കെയൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കേ അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ സ്കേർട്ടും ടോപ്പും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാം. അതാണിത്. ഞാനിത് വെറുതെ പറഞ്ഞതാട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും നടക്കണില്ല പ്രത്യേകിച്ചിട്ട്, കാരണം നമ്മളുടെ കയ്യിൽ മെഷീനൊന്നും ഇല്ലല്ലോ നാട്ടിലുണ്ടായിരുന്ന പോലെ. ഞാൻ പിന്നെ അമ്പലത്തിലെ കാണിച്ചു തരാം. ഇതാണ് അമ്പലം. നാട്ടിൽ നമ്മൾ ആനയെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോയില്ലേ, ഇവിടുത്തെ ആനയാണ് ഇത്.
സോ എനിക്കിത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഭയങ്കര ഫണ്ണി ആയിരുന്നു. പക്ഷേ പിന്നെ ശരിയാണ് ഇവിടെ പക്ഷെ ഇത്രമാത്രം മലയാളികളും ഇത്രമാത്രം അമ്പലത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഇവിടെ എല്ലാ റിലീജിയൻപ്പെട്ട ആൾക്കാർ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇത് കഴിഞ്ഞിട്ടൊരു കച്ചേരി പോലത്തെ ഉണ്ട്. ആ പാട്ട് പാടുമ്പോൾ ഒരു ചേച്ചി മുസ്ലിമാണ് അതിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഒരു റിലീജിയൻ വൈസ് അതായത് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെ തോന്നി. സോ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. അതാണ് പറയണത്. എല്ലാവരും യാനയുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണല്ലോ ഇത്. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്പലമുള്ളത് എല്ലാവർക്കും ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്തു. സോ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ പേര് ഡാൻസ് കളിക്കാനും എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് ശേഷം അമ്പലത്തിൽ നട അടച്ചു പൂജയൊക്കെ ആയിരുന്നു. സോ എല്ലാവരും അതിൻ്റെ ഇടയിൽ ഭയങ്കര ഒരുപാട് തിരക്കായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കലപ്പോൾ നിർത്തിയതാണ് തോന്നുന്നു, അമ്പലം അടച്ചത് കൊണ്ട് സൗണ്ട് കേൾക്കണ്ടെന്ന് വെച്ചിട്ട്. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.